മേ കമിൻ, മേ കമിൻ. അകത്തേക്ക് വന്നോളൂ. ഓ, ഏതോ ഇംഗ്ലീഷ് അറിയാൻ പാടാത്ത തിണ്ടിയാന്ന് തോന്നുന്നു. അയ്യോ, അതിന്റെ അർത്ഥം അങ്ങനെയല്ല. ഞാൻ അകത്തോട്ട് കയറി വന്നോട്ടെന്നാ. ഓഹോ, അപ്പൊ ഞാനിത് പുറത്തു പോയി നിന്നിട്ട് പറയണോ അല്ലേ? എടാ, ഇതൊക്കെ മര്യാദക്ക് എന്നെ പഠിപ്പിച്ചെന്നൂടെ? ഞാൻ എത്ര കഷ്ടപ്പെട്ട കാശ് കൊടുത്ത് നിങ്ങളെ പഠിപ്പിക്കണേ, മനുഷ്യനെ നാറ്റിക്കാനായിട്ട്. ഇന്നത്തെ കാലത്ത് ഒരു ഉപകാരം ചെയ്യാൻ പറ്റില്ല. അയ്യോ, എന്റെ ഈശ്വര രാമാനുജൻ, ഇവനൂടി ഇവിടെ വന്ന് ഞാൻ എന്ത് ചെയ്യാൻ? നിന്ന് നിപ്പിലില്ലാട്ടെങ്കിൽ ഇപ്പൊ എന്ത് ചെയ്യാ? ആൾമാറാട്ടെങ്കിൽ ആൾമാറാട്ടം. എങ്ങനെ ചുമച്ചിരുന്നത് ആരോ കൊതി വെച്ചു. ആരാ ഈ സിദ്ധാർത്ഥൻ എവിടെ? സിദ്ധാർത്ഥനോ? അങ്ങനെ ഒരാൾ ഇവിടെ ഇല്ലല്ലോ കുഞ്ഞെ. അപ്പൂപ്പനേതാ? ഞാൻ ക്രിസ്മസ് അപ്പൂപ്പനാ. വിഷുവിന്റെ ക്രിസ്മസ് അപ്പൂപ്പനോ? വിശ്വാസം അല്ലെങ്കിൽ നിന്റെ അപ്പൂപ്പൻ. ഇറങ്ങി പോടാ പാട്ടി. രാമാനുജൻ ഞാനാടാ, ഞാനാടാ. വിടറ വിടറ, രാമാനുജൻ ഞാനാടാ. എന്റെ മുമ്പിൽ എന്തിനാണ് ഈ വേഷം കെട്ട്? നീ കൊടകലെ കുബാരനാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഈ കുടലിലെ പിച്ചക്കാരനാ. നിന്റെ കൊട്ടാരെവിടെ? പിന്നെ നീ ഇവിടെ? അതെന്റെ ഔട്ട് ഹൗസാ. ഞാൻ മാസത്തിൽ ഒരിക്കലും അവിടെ പോകും. കാര്യങ്ങളെല്ലാം എനിക്ക് മനസ്സിലായി. നല്ല സ്നേഹമുള്ള ആൾക്കാരാ അവിടെ. അതുകൊണ്ട് ഞാൻ നടന്നല്ല വന്നേ, പറന്നിങ്ങോട്ട് വന്നേ. ഇപ്പൊ നിന്നെ ആരാ അങ്ങോട്ട് കെട്ടിയെടുത്തേ? ഇവിടെയുള്ള മലയാളികൾ തന്നെ ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുക. നിനക്ക് നാട്ടിൽ നിന്നാ പോരെ? നാട്ടിലിപ്പോ പഴയതുപോലെ ഒന്നല്ല, ഇഷ്ടം പോലെ പണിയാ. പണിയെടുക്കാതെ ജീവിക്കാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിയാ ഞാൻ ഈ കുടലിലേക്ക് കെട്ടിയെടുത്തേ. അങ്ങനെയാണെങ്കിൽ നിന്നെ വീട്ടിൽ കെട്ടുന്ന പ്രശ്നമേ ഇല്ല. ഓ, രക്ഷപ്പെട്ടു. പ്രശ്നമൊന്നുമില്ലല്ലേ? ഇറങ്ങി പോടാ. എടാ സതീർത്യ, ഈ സെക്കൻഡ് സാധനങ്ങൾ വെക്കുന്ന കൂട്ടത്തിൽ എന്റെ ഒരു പേര് എഴുതി വെക്കടാ. എനിക്ക് 4 നേരത്തെ നന്നാ മതി. പിന്നെ മാസം ഒരു 1500 രൂപയും. നിനക്കേ ഈ വീട്ടിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും ഞാൻ തരില്ല. എടാ, ഈ അനാഥ പിള്ളേരെ കൂട്ടത്തിൽ എന്നെ കൂട്ടി കൂടെ. അനാഥ പിള്ളേരോ? നീ അവരെന്താ വിളിച്ചേ? കാണിച്ചു തരാടാ. നീ തല്ലാനാണോ? എവിടെ? ഇതൊരു നടക്ക് പോണ ലക്ഷണം ഇല്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. രാവിലെ ലഞ്ചൊക്കെ കഴിഞ്ഞോ? ആളെ കണ്ടുട്ടോ? നമ്മളിവിടെ കുറച്ച് ദിവസമൊക്കെ ഉണ്ടാവും. വെരി നൈസ് പില്ലോ. നീ പിള്ളേരെ പറ്റി എന്താ ധരിച്ച്? വ്യക്തമായ മേൽവിലാസവും അവകാശങ്ങളും ഇവർക്കുണ്ട്. ഒരാൾ അകത്ത് കിടന്ന് ഉറങ്ങുക. അതെങ്ങാനും കേട്ടാ നിന്റെ ദേഹത്തുനിന്ന് ചോര തെറിക്കും. അവക്ക് 2 വയസ്സാ. അറിയാതൊന്ന് മാറിയ കണ്ടോ? ഇതാണ് ഉടമ്പടി പ്രമാണം. ലാഭമില്ലാത്തൊരു കച്ചവടത്തിനും ഈ സിദ്ധാർത്ഥം നിൽക്കില്ല. അനാഥരാണത്ര. വന്ന വണ്ടി കിട്ടില്ലെങ്കിൽ കിട്ടണ വണ്ടിക്ക് നാട്ടിപ്പോടാ. പോകാം. പക്ഷെ ഒരു അപേക്ഷയുണ്ട്. വഴിയരിയിൽ ഒരു അജ്ഞാത പ്രേതം കിടക്കണ കണ്ടാൽ മുഖം വെട്ടിച്ച് നടക്കരുത്.